പറഞ്ഞില്ലേ, ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, രണ്ടാക്കണ്ടായാലേ ഭൂരിപക്ഷമാവുള്ളൂ. ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചെയ്യും. അതിൽ കിടക്കും, അതെല്ലാം കിടക്കും. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കേരളത്തിലെ LDFനെ ദുർബലപ്പെടുത്തുക എന്ന അജണ്ടയാണ് BJPയും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് തയ്യാറായിട്ടുള്ളത് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ ഒരു പ്രഭ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതുപോലെ രാഹുൽ ഗാന്ധിക്കുമില്ല എന്നെല്ലാവർക്കും അറിയാം. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി തന്നെയാണ്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പൂർത്തിയാകുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതും ഈ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പച്ചയായ വർഗീയ പ്രചാരണവുമായി മോഡി തന്നെ പരസ്യമായി രംഗത്ത് വന്നു. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDFനെയാണ് ബാധിക്കുക. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് കോൺഗ്രസ് ഉൾപ്പെടെ ശ്രമിച്ചു. വോട്ട് കച്ചവടത്തിനടക്കം UDF BJP നീക്കം നടന്നു. ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സമസ്തയ്ക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ പടയൊരുക്കവും ശക്തമായി. തെരഞ്ഞെടുപ്പിൽ ലീഗിന് സമസ്തയുടെ സഹായം ലഭിക്കാത്തതാണ് കാരണം. വോട്ടിൽ തിരിച്ചടിയുണ്ടായാൽ സമസ്ത നേതാക്കൾ പള്ളികളിൽ നിസ്കരിക്കില്ലെന്നും യതീംഖാനയിൽ മദ്രസയിലും സമസ്ത നേതാക്കളെ കയറ്റില്ലെന്നും കളി മാറുമെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ ഭീഷണി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുമുന്നണി വിജയിക്കും എന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തിയത്. ആ പൊതു വിലയിരുത്തലിന് ശേഷം, സെക്രട്ടേറിയറ്റിൻ്റെ പൊതു വിലയിരുത്തലിന് ശേഷമാണ് ഇക്കാര്യം മാധ്യമങ്ങളോടായി പറഞ്ഞത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് വസന്ത് സിറേഖ് കോൺഗ്രസ്, ജക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ 2024 ഇപ്പോൾ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ആകെ പരിശോധിച്ചാൽ ഇപ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആലപ്പുഴ ഒഴികെ 70% താഴെയാണ്. ചാലക്കുടി മുതൽ വടക്കോട്ട് പൊന്നാനി ഒഴികെ 70% മുകളിലായിരുന്നു പോളിംഗ്. എന്നാൽ അതാകട്ടെ 2019 77.67% നിന്നും വളരെയധികം താഴെയുമാണ്. 2014 താഴെയാണ്. ഇന്ന് ഈ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFനാണ് ദോഷം ചെയ്യുക എന്നൊരു വിലയിരുത്തലിലേക്ക് ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CPIM എത്തിപ്പെടുന്നത്? കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെമ്പാടും BJPയെ ചെറുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ തീവ്രമായ വർഗീയതയുടെ രീതിയിലേക്ക് നരേന്ദ്രമോദി മാറാറുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യത്തെ 2 ഘട്ടം പൂർത്തിയാകും മുമ്പ് തന്നെ അവസാനം പൊട്ടിക്കാൻ കത്തിച്ച് വെച്ചിരുന്ന, തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാവിധ വർഗീയ വിദ്വേഷ പ്രചരണ രീതികളും അവർ കമ്പക്കെട്ടിന് തീ കൊളുത്തിയ പോലെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അധികാരം നഷ്ടപ്പെടുമെന്ന് പേടിച്ചരണ്ട ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമനില തെറ്റിയൊരു മനുഷ്യൻ എന്തെല്ലാം വിളിച്ചു പറയുമോ അതേപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇതിനുശേഷം ഇന്ത്യ രാജ്യത്ത് തങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കേണ്ടതാണ് എന്ന ബോധം പോലും BJP നേതാക്കന്മാർക്കില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണ്? BJPയിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർ നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിൽ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുഴഞ്ഞുകയറ്റക്കാരനാണ്. നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഇങ്ങനെ യാന്ത്രികമായി സന്താനോൽപാദന ഫാക്ടറികൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണോ BJPയെക്കുറിച്ച്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇടതുപക്ഷം പ്രത്യയശാസ്ത്രപരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഈ ഘട്ടത്തിൽ സംസാരിക്കുന്നത്. ഇന്ത്യ ആകമാനം നരേന്ദ്രമോദി സർക്കാരിനെതിരായ വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും നല്ല നിലയ്ക്ക് കേരളത്തിൽ വോട്ടായി മാറി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത്, ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്, കേരളത്തിൽ BJP ഒരു സീറ്റിലും വിജയിക്കാൻ പോകുന്നില്ല. നമ്മളുടെ ആത്മവിശ്വാസം 2ാം സ്ഥാനത്ത് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 മുന്നണികൾ തമ്മിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്നിട്ടുള്ള കേരളത്തിലെ 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും. ആ മണ്ഡലങ്ങളിലും നന്നായിട്ട് പോളിംഗ് കുറഞ്ഞു. അപ്പോൾ 3 മുന്നണികളും വല്ലാത്ത പരിശ്രമം നടത്തിയിട്ടും പോളിംഗ് ബൂത്തിൽ ആളെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആരോടാണ് വിരക്തി? കേരളത്തിൻ്റെ വിരക്തി ആരോടാണ്? 2014 ഉണ്ടായതുപോലെ നരേന്ദ്രമോദിയോട് അനുകൂലമായൊരു BJPക്ക് അനുകൂലമായൊരു മുന്നേറ്റം കേരളത്തിൽ നിന്നില്ല. അതെല്ലാവരും സമ്മതിക്കും. 2019 ഉണ്ടായതുപോലെ രാഹുൽ ഗാന്ധിയുടെ അഭിനിവേശം ഇന്ന് കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ വയനാട്ടിൽ അവിടെ വയനാട്ടിലെങ്കിലും പോളിംഗ് യഥാർത്ഥ നിലയിലെത്താൻ, കഴിഞ്ഞ നിലവാരത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയേണ്ടതായിരുന്നു. വയനാട്ടിൽ പോളിംഗ് ഇടിഞ്ഞതിന് രാഹുൽ ഗാന്ധിക്ക് എന്ത് ന്യായം പറയാനുള്ളത്? രാഹുൽ ഗാന്ധി എഫക്റ്റ് ഇല്ലെന്ന് മാത്രമല്ല, അത് വയനാട്ടിൽ പോലുമില്ല. വയനാട്ടിലെ UDF വോട്ടർമാർക്ക്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർക്ക് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആവേശമോ പുളകമോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശരത്ത് പറഞ്ഞതിന് തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശരത്ത് പറയുന്നത് വടകര മുതൽ വടക്കോട്ടെന്നാണ് പറയുന്നത്. ഞാൻ തിരിച്ചാണ് പറയുന്നത്. വടകരയല്ല, ചാലക്കുടി മുതൽ. ഞാൻ തെക്കോട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ്, ഉത്തര മലബാറിലെ അല്ലെങ്കിൽ മലബാറിലെ ഇടതുപക്ഷ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഒരു 6% പോളിംഗേ കുറഞ്ഞിട്ടുള്ളൂ. അതേ പോളിംഗ് പെർസെൻറ്റേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആലപ്പുഴയിൽ, ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ആലപ്പുഴയിൽ. ആറ്റിങ്ങലിൽ 8% പോളിംഗ് പെർസെൻറ്റേജ് വ്യത്യാസം. അതേസമയം UDFന് മേൽക്കൈയുള്ള മറ്റു മണ്ഡലങ്ങൾ നോക്കൂ. പത്തനംതിട്ട ജില്ല 12%, ഇടുക്കി ജില്ല 9%, കോട്ടയം ഏതാണ്ട് 10%, മാവേലിക്കര ഏതാണ്ട് 8.5%. ഈ മധ്യ കേരളത്തിലെ ഈ മണ്ഡലങ്ങളിലുണ്ടായ പോളിംഗിൻ്റെ കുറവിന് എന്ത് ന്യായീകരണമാണ് UDFന് പറയാനുള്ളത്? മലബാർ LDFൻ്റെ കേന്ദ്രങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, മലബാറിലുള്ള LDFൻ്റെ കേന്ദ്രങ്ങളിൽ പോളിംഗിൻ്റെ കുറവെന്ന് പറയുന്നത് UDFൻ്റെ പോളിംഗ് കുറഞ്ഞു നമ്മളെ വ്യാഖ്യാനം. അതിന് കാരണം ശരാശരി 5-6% കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ UDFന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ 12%, 11%, 10% ഇത് കുറയുന്നു എന്ന് പറഞ്ഞാൽ UDF വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള 18 അംഗ UDFൻ്റെ MPമാരുടെ സംഘം കേരളത്തോട് നീതി കാട്ടുകയോ നരേന്ദ്രമോദിക്കെതിരായി ഫലപ്രദമായ പോരാട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു ഇൻഡിക്കേഷൻ കൂടെ പറയാം. LDFൻ്റെ MLAമാർ ഉള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു, UDFൻ്റെ MLAമാർ ഉള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞു നിൽക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഒരു പ്രവണതയാണ്. ഈ പ്രവണത കാണിക്കുന്നത് പോളിംഗിൽ ജനങ്ങൾ കേട്ടില്ല. ഉദാഹരണം പറയാമോ? ഉദാഹരണം തന്നെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ ഞാൻ ഉദാഹരണം പുതുപ്പള്ളി പറയാം. പുതുപ്പള്ളി മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ വോട്ടിങ്? 1,28,000 ആളുകൾ വോട്ട് ചെയ്തു. ഇപ്പോൾ വോട്ട് ചെയ്ത് 1,16,000 ഉള്ളൂ. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,000 വോട്ട് കുറയുന്നത് LDFനെയാണോ UDFനെയാണോ സഹായിക്കുന്നത്? അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെയുള്ള UDFൻ്റെ MLAമാരുള്ള മണ്ഡലങ്ങളിലാണ് പോളിംഗ് കുറവ്. അതേസമയം നമ്മൾ ഇവിടേക്ക് നോക്കൂ, പത്തനംതിട്ട മണ്ഡലത്തിൽ നോക്കൂ, കടുത്തുരുത്തി പോളിംഗ് വളരെ കുറവാണ്. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് വൈക്കം മണ്ഡലം. അത് പാലാ പോളിംഗ് കുറവാണ്. ഏറ്റവും ഉയർന്ന പോളിംഗ് എന്ന് പറയുന്നത് വൈക്കം മണ്ഡലം, അത് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ മണ്ഡലം, അത് കഴിഞ്ഞാൽ UDFൻ്റെ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് വളരെ കുറവാണ്. അത് കോട്ടയം വരും, പുതുപ്പള്ളി വരും, പാലാ വരും,
കടുത്തുരുത്തി വരും, കുറവും വരും. ഇനി തിരിച്ച് നമ്മൾ പത്തനംതിട്ട പോയി കഴിഞ്ഞാലോ, അടൂർ മണ്ഡലത്തിലും കോന്നി മണ്ഡലത്തിലും പോളിംഗ് ഉയർന്നു നിൽക്കുന്നു. UDF സാമ്പ്രദായികമായി മേൽക്കൈയുള്ള മണ്ഡലങ്ങളായിരുന്നു പൂഞ്ഞാർ മണ്ഡലവും കാഞ്ഞിരപ്പള്ളി മണ്ഡലവും. പോളിംഗ് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഈ കുറഞ്ഞ വോട്ടാരുടേതാണ്? LDF ഡോക്ടർ തോമസ് ഐസക്കിനോട് പത്തനംതിട്ട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിരക്തി ഉണ്ടാവും. അവിടെയാണ് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ആളുകളൊരു തീരുമാനമെടുത്തത് എന്താണ്? LDF അനുകൂലമായി വോട്ട് ചെയ്യുന്നതിലേക്ക് എത്തിയില്ലെങ്കിലും UDF നിന്നും ജനങ്ങളകന്നു കഴിഞ്ഞു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നത്തെ വിലയിരുത്തൽ തെളിയിക്കുന്നത്. UDF നിന്നും അകന്നു പോയിരിക്കുന്നു, അവർ LDF എത്തിയില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ LDF ഭാഗമാക്കി ചേർത്ത് നിർത്താൻ വളരെ വളരെ ക്ഷമാപൂർവമായ ഒരു ഇടപെടൽ ഇനിയുള്ള തുടർന്നുള്ള 2 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചെയ്യും. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളെ എല്ലാ തരത്തിലും കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം ഈ ഗവൺമെൻറ് പാർട്ടിയും മുൻകൈയെടുത്ത് നടത്തും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. UDF വോട്ട് ചെയ്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ UDF അനുകൂലമായി വോട്ട് ചെയ്യാതെ വിട്ടുനിന്ന രാഷ്ട്രീയ തീരുമാനമെടുത്ത മനുഷ്യരും കേരളത്തിലുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീരുമാനിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി, താങ്കൾ ചില മണ്ഡലങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ നല്ല നിലയ്ക്ക് അറിയാവുന്ന അവിടെ പ്രവർത്തന കേന്ദ്രമായ ഒരു CPIM നേതാവാണ്. ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലേക്ക് വർത്തമാനമൊക്കെ വരുമ്പോൾ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വന്ന് മത്സരിക്കുന്ന സാഹചര്യം, ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും SNDP വോട്ടുകളെ സ്വന്തം പക്ഷത്തേക്ക് എത്തിക്കാൻ പാകത്തിന് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലനും തമ്മിലുള്ള ഒരു ഭിന്നതയെ അവിടെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ആരോപണമായി കൊണ്ടുവന്നത് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് CPIM പരമ്പരാഗത വോട്ടിനെ ബാധിച്ചേക്കാം എന്നൊരു നിരീക്ഷണം എവിടെയൊക്കെയോ പലപ്പോഴും ഉണ്ടായിരുന്നല്ലോ. ആ കോണ്ടെക്സ്റ്റ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അനിൽകുമാർ കാണുന്നത് എങ്ങനെയാണ്? അല്ല, CPIM അതൊരു പുതിയ അനുഭവമല്ല. ബഹുമാനപ്പെട്ട KR ഗൗരിയമ്മ CPM നിന്നും നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വന്നത് CPM ഒരു വലതുപക്ഷ കടന്നാക്രമണത്തോടൊപ്പം തന്നെ ഈ വിഷയത്തിലുള്ള ഒരു തരംതിരിയലായിരുന്നു. ഞങ്ങളൊക്കെ നന്നായിട്ട് അനുഭവിച്ചതാണ്. അതായത് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്ന വലതുപക്ഷത്തിൻ്റെ ആരോപണത്തിൻ്റെ ഭാഗമായി അണപൊട്ടി ഒഴുകിയ ഒരു തീവ്രമായ ജാതി വികാരത്തെ ഉയർത്തിപ്പിടിച്ചാണ് ആ ഘട്ടത്തിൽ പ്രവർത്തനം നടത്തിയത് അവർ. പക്ഷെ നമ്മളതിനെ മറികടന്നു. അന്ന് അക്കാര്യങ്ങളിലെല്ലാം പൊട്ടിയൊലിച്ചു പോയൊരു അനുഭവം അക്കാലഘട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ആ ചരിത്രത്തിലെ അനുഭവമാണ്. അത് കഴിഞ്ഞ് പിന്നീട് 2-3 ഘട്ടങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ന് BDJS ഉണ്ടാകുമ്പോൾ BDJSൻ്റെ പൂർവ്വരൂപം എന്ന് പറയുന്നത് സമത്വ മുന്നണിയായിരുന്നു. സമത്വ മുന്നണി എന്ന് പറഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ചേർക്കുന്നൊരു മുന്നണിയായിരുന്നു. ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്തായിരുന്നു? അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളൊരു പോരാട്ടം നടന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൊല്ലം ജില്ലയിൽ സമത്വ മുന്നണിക്ക് എത്ര പഞ്ചായത്ത് അംഗത്തെ കിട്ടി? ഞാൻ പറയുന്നൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളൊരു ജില്ലയാണ്. നമ്മുടെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന BDJSന് എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്? പഞ്ചായത്ത് ജയിക്കാൻ പറ്റാത്തവരാണ് പാർലമെൻറ്റിലേക്ക് പോകാൻ പോണത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രതിരോധിക്കാൻ നിങ്ങളുണ്ടോ? ജനങ്ങൾ നമ്മളോട് ഒതിക്കും. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ആലപ്പുഴയിലും കോട്ടയത്തും ജാതി അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എന്ന കാരണം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു നിലപാട് ചില ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞ് ഓർത്ത് അത്ഭുതപ്പെട്ടു പോയി. അവർ പറയുകയാണ്, അമ്പലപ്പുഴയിലെ നായന്മാരെല്ലാം വണ്ടി പിടിച്ചുകൊണ്ട് നേരെ കൊല്ലത്തോട്ട് ചെയ്യാൻ പോകുന്നു പ്രേമേന്ദ്രനെ ചിരിപ്പിക്കാതെ. ഷാഫി പറമ്പലിന്റെ ഷാഫി എന്ന പേരിൽ മുസ്ലിം പേരുള്ളത് കൊണ്ട് അത് വടകരയിൽ ഗുണമാകും. താങ്കളെക്കാൾ കൂടുതൽ വടകരയിൽ ഗുണമാകും. ഇതായിരുന്നു മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടാക്കിയ ആഖ്യാനം. കേട്ടോ അനിൽകുമാർ, താങ്കളെക്കാൾ കൂടുതൽ അത് കണ്ടപ്പോൾ വേഗം ഞെട്ടിയത് ഞാനാണ്. കാരണം ഞാൻ അമ്പലപ്പുഴക്കാരനാണ്. ഞാനിനി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണോ എന്ന് ഞാനൊന്ന് അമ്പരന്ന് പോയി പെട്ടെന്ന്. ശരി, പറഞ്ഞു. അതെ. മാത്രമല്ല ഷാഫി പറമ്പലിനോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന ഷാഫിയും അതുപോലെ തന്നെ വ്യാജ പ്രസിഡന്റുമാരും എല്ലാം കൂടി ചെയ്യുന്ന പരിപാടി മാത്രമല്ല, ഷാഫി പറമ്പലിനോട് ചോദിക്കുകയാണ്, വടകര പോലെ ന്യൂനപക്ഷങ്ങൾ ധാരാളമുള്ളൊരു മണ്ഡലത്തിൽ ഷാഫി എന്ന പേര് അങ്ങയ്ക്ക് മുതൽക്കൂട്ടല്ലേ? ശൈല ടീച്ചറെ പോലെ ഒരു തപസ്യയായി സമൂഹം അമ്മയെന്ന് വിളിക്കുന്ന ഒരു നേതാവിനെതിരായിട്ട് പച്ചയായ വർഗീയത ഉപയോഗിക്കാൻ ഒരു മാധ്യമപ്രവർത്തക ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. പ്രശ്നം എന്താണ്? പ്രതിരോധിച്ചോ നിങ്ങൾ? ഞാൻ ഈ ചർച്ചയിൽ കൃത്യമായിട്ട് ഉന്നയിക്കുന്ന പോയിന്റ്, BDJSനെ ഞങ്ങൾ പ്രതിരോധിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിൽ BDJSന്റെ രാഷ്ട്രീയത്തിന് പിന്നാലെ പോകുന്ന മാര്യേജ് രാഷ്ട്രീയമാണെന്ന് CPIM പറഞ്ഞു. ആ മാര്യേജ് രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർത്തു.
കോൺഗ്രസ് പ്രതിരോധിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ ഇപ്പം തന്നെ പറയുന്നു, കോട്ടയം മണ്ഡലത്തിലെ പല ബൂത്തുകളിലും UDF 3-ാം സ്ഥാനത്ത് പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രതിനിധിക്കാത്തതിൻ്റെ ഭാഗം UDFൻ്റെ വോട്ടാണ് BDJS ചില തീരപ്രദേശ മണ്ഡലങ്ങളിൽ തട്ടിക്കൊണ്ടു പോകുന്നത്. കൃത്യമായിട്ട് പറയാം, പഞ്ചായത്തുകളുടെ ഉദാഹരണം എടുത്ത് ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു രാഷ്ട്രീയമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സമുദായം ഒഴിപ്പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇക്കാര്യങ്ങളിൽ തുറന്ന വിശകലനം സാധ്യമാവും രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച്. ശ്രീ ജേക്കബ് ജോർജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വരുന്നതിന് ഒരു പോയിന്റ് കൂടി, ഇത്ര ഇപ്പോൾ BDJS വൈകുന്നേരം ഞങ്ങളും സംസാരിച്ചപ്പോൾ ഈ BDJS ഒരു ഫാക്ടറായി വന്നിരുന്നു. ഞാനും ശ്രീ ജേക്കബ് ജോർജും തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് അദ്ദേഹത്തോട് പറഞ്ഞു. 2026 എന്ന് പറയുമ്പോഴത്തേക്ക് BDJSൻ്റെ രൂപീകരണത്തിന് ശേഷം ഏതാണ്ട് 10 വർഷം പിന്നിടുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തെളിയിക്കാൻ കഴിയാത്ത പാർട്ടിയായി കേരളത്തിന് മുമ്പിൽ നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് ഞാനപ്പോൾ ശ്രീ ജേക്കബ് ജോർജിനോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവമായ നിരീക്ഷണം ശ്രീ അനിൽകുമാറിന് ഇപ്പോൾ തന്നെ വന്നു. ഒരു കാര്യം കൂടി, നേരത്തെ വടകര ഒരു ലീഡിംഗ് ക്വസ്റ്റിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് സ്വാഭാവികമായി എവിടെയും ഉയരുന്ന ഒരു ചോദ്യവും സംശയവും ഞാൻ അനിൽകുമാറിനുണ്ട്. അതുകൂടി കേട്ട ശേഷം അതിൻ്റെ മറുപടി കൂടി കേട്ടുകൊണ്ട് നമുക്ക് ജേക്കബ് ജോർജിലേക്ക് പോകും. അതായത് വടകര ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം തുറന്നു തന്നെ ചോദിക്കുകയാണ്. ഒരു മുസ്ലിം പോളറൈസേഷന് UDFന് അതവർക്ക് വിജയപ്രതീക്ഷ കൂട്ടുന്ന നിലയിലേക്ക് വടകരയിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കരുതാനാവുമോ? നരേന്ദ്രമോദിയുടെ ഈ കടുത്ത ആക്രമണത്തിന് മുന്നിൽ മുസ്ലിം സമൂഹം ആത്മരക്ഷാർത്ഥമാണ് വോട്ട് ചെയ്യുന്നത്. നമ്മൾ ശരിയായി വിലയിരുത്തി കഴിഞ്ഞാൽ ആത്മരക്ഷാർത്ഥമാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആ സമൂഹം ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്? അവരുടെ മുന്നിൽ ആരാണ് ശരിയായ ബദൽ എന്ന ചോദ്യം ഉയർന്നു വരുമ്പോഴാണ് ഒരു ശങ്ക വരുന്നത്. ആ ശങ്കയുണ്ടാകുന്ന സാധാരണ മനുഷ്യരെക്കുറിച്ച് അവരെല്ലാം വർഗീയമായി വോട്ട് ചെയ്യുന്നൊരു തെറ്റിദ്ധാരണ ആവശ്യമില്ല. അവരങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ജീവിക്കുമ്പോൾ രണ്ടാം തരം പൗരന്മാരായി മാറേണ്ടി വരുന്ന ഒരു ഭീഷണിയുടെ നടുവ് നിൽക്കുമ്പോൾ ആരാണ് അത്താണി എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ പല നടന്മാർ വന്ന് യഥാർത്ഥ നടനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നൊരു കഥ പറയുന്ന പോലെ ഒരു അർത്ഥശങ്കയുണ്ടായിരുന്നു. ആ ശങ്കയില്ലാതെ വോട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ശങ്ക എവിടെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആ മനുഷ്യർ വോട്ട് ചെയ്തപ്പോൾ അതിവിടെ വർഗീയമായി വോട്ട് ചെയ്യുന്ന തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനൊരു മാരീച വേഷം അണിയാൻ വേണ്ടി അവിടെ ഈ വടകരയിലെ UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യം ഇതാണ്. റിപ്പോർട്ടർ ചാനലിൽ ബഹുമാനപ്പെട്ട ശൈല ടീച്ചർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആ ഇൻ്റർവ്യൂവിലെ വാചകങ്ങൾ അങ്ങപ്പുറം ഇപ്പുറം അടർത്തി മാറ്റിയിട്ട് ഇതാ മതത്തിനെതിരായി അല്ലെങ്കിൽ പ്രവാചകനെതിരായി എന്തോ ടീച്ചർ സംസാരിക്കുന്നുവെന്ന ഒരു വ്യംഗ്യമുണ്ടാക്കത്തക്ക വിധം ഒരു വീഡിയോ നിർമ്മിക്കുന്നു. ആ വീഡിയോ അശ്ലീല വീഡിയോ അല്ല. ശൈല ടീച്ചറുടെ പ്രസംഗത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് വ്യാജ വീഡിയോ ഉണ്ട്, മോർഫ് ചെയ്ത അശ്ലീല ചിത്രമുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ആങ്കർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിനു ജോൺ, എവിടെ അശ്ലീല വീഡിയോ? നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഓർമ്മശക്തിയെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കരുത്. ശൈല ടീച്ചർ കൃത്യമായിട്ട് പറയുന്നത് വ്യാജ വീഡിയോ ഉണ്ടായതിന് സാക്ഷി റിപ്പോർട്ടർ ചാനലാണ്. വ്യാജ വീഡിയോ ഉണ്ടായതിന് സാക്ഷി റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറാണ്. വ്യാജ വീഡിയോ ഉണ്ടായതിന് മാതൃഭൂമി സാക്ഷ്യം പറയും. കാരണം മാതൃഭൂമിയിലും റിപ്പോർട്ടറിലെയും ഇൻ്റർവ്യൂ ചേർത്താണ് വ്യാജ വീഡിയോ ഉണ്ടായത്. അപ്പോൾ വ്യാജ വീഡിയോ ഉണ്ട്. എന്നാൽ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചാൽ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല. പക്ഷേ 1 മണിക്കൂർ ചർച്ച, എവിടെ അശ്ലീല വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഷാഫി പ്രവാചകന് അപ്പുറമുള്ള ഏതോ വലിയ ആളായി മാറി എന്ന തരത്തിലാണ് വിശുദ്ധനാക്കപ്പെടുന്നത്. ഇവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയും, അത് കഴിഞ്ഞാൽ ഇനിയും വീണ്ടും സൂര്യോദയങ്ങൾ ഉണ്ടാകും. നമ്മുടെ കേരളം നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ, നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗത്തെ ചോദ്യം ചെയ്യാൻ തൻ്റെ അവകാശമുള്ള എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്? ഒറ്റ വാചകം ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രിയുടെ നീചമായ രാജസ്ഥാൻ പ്രസംഗത്തെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് എന്താ അധികാരം? ഷാഫി പറമ്പിൽ എന്താ അധികാരം? രാജസ്ഥാൻ പ്രസംഗത്തെ ചോദ്യം ചെയ്യാൻ ഷാഫി പറമ്പലിന് അധികാരം നഷ്ടപ്പെടുന്ന വിധമുള്ള നീചമായ പ്രയോഗങ്ങളാണ് അവിടെ വ്യാജന്മാർ നടത്തിയത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വസന്ത് ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ശ്രീ അനിൽകുമാർ പോളിംഗ് ശതമാനം
കുറയുന്നത് UDFന് ദോഷം ചെയ്യും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും അതിൻ്റെ നിരവധിയായ സാഹചര്യങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിച്ചു. UDFന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 12% പോളിംഗ് കുറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ LDF MLA-മാർ ഉള്ള മണ്ഡലങ്ങളിൽ LDFൻ്റെ മികച്ച പ്രകടനം, അതുപോലെ UDF MLA-മാരുടെ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ എത്ര സീറ്റ് LDFന് കിട്ടും, എത്ര സീറ്റ് UDFന് കിട്ടും എന്ന ചോദ്യത്തിൽ പലപ്പോഴും LDFന് ഇത്തവണ 1 നിന്നും 6 or 7 സീറ്റ് കിട്ടിയാൽ തന്നെ അതൊരു മെച്ചപ്പെട്ട നേട്ടമാണ് എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഭൂരിപക്ഷം സീറ്റുകളിലും ലഭിക്കും. ഭൂരിപക്ഷം സീറ്റ് എന്ന് പറയുമ്പോൾ 2 അക്കത്തിലേക്ക് തന്നെ കടക്കേണ്ടി വരും. അതിൽ തന്നെ ആ 2 അക്കത്തിൽ തന്നെ ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം CPIM-ന് കാര്യമായിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയെന്ന് അനിൽകുമാർ പറയുന്ന ഒരു വിശദീകരണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശ്രീ ജേക്കബ് ജോർജിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ജേക്കബ് ജോർജ്, ഇപ്പോഴും പക്ഷേ UDF പോളിംഗ് കുറയുന്നുണ്ട്. കുറഞ്ഞാൽ പോലും തങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ പ്രമാദിത്വം അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം ജനങ്ങൾ തരും. അതുകൊണ്ട് തന്നെ നല്ല നിലയ്ക്ക് വിജയിച്ച് കയറാമെന്ന് UDF-ഉം കരുതുന്നുണ്ടല്ലോ. താങ്കളുടെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പ്രധാനമായ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു ശബരിമല ഫാക്ടർ, രണ്ടാമത് രാഹുൽ ഗാന്ധി ഫാക്ടർ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഭയങ്കരമായ ഏകീകരണം, വളരെ വികാരപരമായ ഒരു കൂടിച്ചേരൽ, വികാരപരമായ ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയാം. അത് UDF-ന് അനുകൂലമായി 20-ൽ 19 സീറ്റ് എന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഒരു വലിയ നേട്ടം തന്നെയാണ് UDF-ന് കിട്ടിയത്. ആ നേട്ടത്തിൽ നിന്ന് അത് നേട്ടം പിടിച്ചു നിർത്തുക, അത് 20-ലേക്ക് കടക്കും എന്ന് MM ഹസൻ ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കന്മാർ അവകാശപ്പെടുന്നു. കാരണം UDF, ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നു. 20 സീറ്റുമായിട്ട് നമുക്ക് ഡൽഹിയിൽ പോകണം, എങ്കിലേ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ പറ്റുള്ളൂ എന്നുള്ള ആ വിശ്വാസം പ്രചരിപ്പിച്ചു. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണത്. പക്ഷേ അത് അത്ര കണ്ട് ജനങ്ങൾ ഉൾക്കൊണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പോളിംഗ് ശതമാനം കുറഞ്ഞത് പത്തനംതിട്ട ഉൾപ്പെടെ, പത്തനംതിട്ടയിലൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു. അത് അനിൽകുമാറിന് അത്രയും കണക്കെനിക്ക് ഇത്ര നിശ്ചയമില്ല. അനിൽകുമാർ രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നയാളാണ്, ഞാനിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നയാളാണ് എന്ന് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDF-നെ ബാധിക്കാനാണ് സാധ്യത. പക്ഷെ നമ്മൾ ഇതേക്കുറിച്ച് വലിയ വീറോടും വാശിയോടും കൂടി തർക്കിച്ചിട്ടോ ഡിബേറ്റ് ചെയ്തിട്ടോ വലിയ കാര്യമൊന്നുമില്ല. ഫലം അറിയുമ്പോഴത്തേക്ക് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പുറത്തു വരും. അതുവരെ CPM ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിൽ അവരുടെ വിലയിരുത്തൽ, CPM-ൻ്റെ ഒരു വിലയിരുത്തൽ, അതനുസരിച്ച് 2 അക്ക സംഖ്യയിലേക്ക് കടക്കും. മുന്നണിയുടെ അല്ലെങ്കിൽ ആ മുന്നണി LDF-നെ നയിക്കുന്ന CPM-ൻ്റെ ആത്മവിശ്വാസം എന്നുള്ളത് ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കും എന്ന നിലയിൽ മാധ്യമങ്ങളോട് പറയുന്നൊരു ആത്മവിശ്വാസമുണ്ടല്ലോ, പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമുണ്ടല്ലോ, അത് വളരെ പ്രാധാന്യമുള്ളതല്ലേ? അതെ, അത് പ്രധാനം തന്നെയാണ്. ആത്മവിശ്വാസം. പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ ഒരു നിലപാട്, അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അതൊരു വലിയ ആത്മവിശ്വാസം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളോട് പങ്കെടുക്കുന്ന അനിൽകുമാർ അദ്ദേഹം കണക്കുകളിൽ കൂടി അങ്ങനെ വിശദമാക്കുകയാണ്. UDF-ൻ്റെ വളരെ നഷ്ടക്കച്ചവടമായിരിക്കും, ഈ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ച് CPM വൻ നേട്ടം നേടും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അവരൊക്കെ ഫീൽഡിൽ നിന്നവരാണ്. ഇപ്പോൾ കോട്ടയത്തെയും പത്തനംതിട്ടയും തന്നെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മണ്ഡലങ്ങളിൽ UDF MLA-മാരുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് പിന്നിപ്പോയതിനെ, ഇപ്പോൾ പുതുപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മോൻസിൻ്റെ മണ്ഡലത്തിൽ പാലായിൽ പോയത്, അതുപോലെ അതേസമയം വൈക്കം പോലെ LDF-ന് സ്വാധീനമുള്ള LDF MLA ഉള്ള മണ്ഡലത്തിലെ വലിയ തോതിലുള്ള മികച്ച പോളിങ്ങിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അപ്പോൾ ഈ താരതമ്യങ്ങൾ പത്തനംതിട്ട പ്രത്യേകമായി എടുത്ത് സൂചിപ്പിച്ചു, താങ്കളും കണ്ടതാണ്, താങ്കൾക്കും നന്നായി അറിയുന്നൊരു ജില്ല, ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടി. അപ്പോൾ ഇത് കേവലം ഒരു ആത്മവിശ്വാസ പ്രകടനം മാത്രമാണോ? കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. എന്ന് വെച്ചാൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും താഴെത്തട്ടിൽ നിന്ന് വന്ന കണക്കുകളെ അപഗ്രഥിച്ചുകൊണ്ട് CPM-ന് അങ്ങനെ ഒരു രീതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശകലനങ്ങൾക്ക് ശേഷമുള്ള വിശദീകരണമെന്ന രാഷ്ട്രീയ പ്രാധാന്യമില്ലേ ശ്രീ ജേക്കബ്? അതെ, തീർച്ചയായിട്ടും CPM-ന് വളരെ കൃത്യമായിട്ട് താഴെ തട്ടിൽ നിന്ന് തന്നെ കണക്കുകൾ എടുക്കാനും ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ കണക്കുകൾ വോട്ട് എണ്ണാനും
ആ വോട്ടുകൾ വിശകലനം ചെയ്യാനുമുള്ള ശേഷിയുണ്ട്. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ മുകളിലേക്ക് പോകും. അതെല്ലാം വെച്ചിട്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഇങ്ങനെ ഒരു നിലപാട്, ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത്. സ്വാഭാവികമായിട്ട് അത് അനിൽകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, CPM MLA മാർ, പ്രത്യേകിച്ച് ഇടതുപക്ഷ MLA മാർ, അതിലും പ്രത്യേകിച്ച് CPM MLA മാരുള്ള മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ ഒരു പ്രചാരണം നടന്നു. അത് തന്നെ ഏറ്റവും ഞാൻ ഉദാഹരണം കാണുന്നത് തിരുവനന്തപുരത്താണ്. കടകംപള്ളി ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ ശിവൻകുട്ടി, പ്രശാന്ത്, VK പ്രശാന്ത്, ഈ 3 പേരും കഠിനമായിട്ട് അധ്വാനിച്ചു. അതിൻ്റെ ഫലം എന്തുമാവട്ടെ, ഞാനതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ 3 MLA മാരും സദാസമയം ഫീൽഡിലുണ്ടായിരുന്നു. അവരുടെ സ്വന്തം തിരഞ്ഞെടുപ്പ് പോലെ, അവരുടെ സ്വന്തം നിയമസഭയിലെ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇടതുപക്ഷ MLA മാർ അങ്ങനെ വ്യാപകമായിട്ട് ഒരു വലിയ നിലവാരത്തിലുള്ള ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട്. ഇവിടെ വസന്ത് കൂടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. വസന്ത്, ഇന്നിപ്പോൾ LDF-നെ നയിക്കുന്ന CPM എന്ന പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ വിശകലനം അവരിന്ന് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പോളിംഗ് ശതമാനം ഞങ്ങളിപ്പോൾ സംസാരിച്ചു വന്നതാണ്, പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന് ദോഷം ചെയ്യും. അതെങ്ങനെയെന്ന് വിശദീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ശ്രീ അനിൽകുമാർ. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ രംഗത്ത് ഇടതുമുന്നണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ വസന്ത്, 2019 ഘടകമേ അല്ല, സാഹചര്യമേ അല്ല 2024. അങ്ങനെ ഒരു രാഹുൽ ഫാക്ടറോ UDF-ന് വലിയ മേൽക്കൈ ലഭിക്കാവുന്ന ഒരു അന്തരീക്ഷമോ ഇല്ല എന്ന് ഇടതുമുന്നണി നിരന്തരമായി പറഞ്ഞു. UDF-ഉം അത് ഏറെക്കുറെ ശരിവെച്ചിരുന്നു. പക്ഷേ പോളിംഗ് കഴിയുമ്പോൾ അത് വലിയ തോതിൽ ബോധ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം വന്നിട്ടില്ലേ? വലിയ തോതിൽ UDF-ന് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഏതാണ്ട് 12% വരെ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് നോക്കൂ, കൊല്ലം നോക്കൂ, കോട്ടയം നോക്കൂ, അതുപോലെ തന്നെ പത്തനംതിട്ട നോക്കൂ. അങ്ങനെ ഓരോ മണ്ഡലം എടുത്താലും പൊന്നാനി അടക്കം പലയിടങ്ങളിലും അത് വളരെ പ്രകടമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2019 ഒരു ആത്മവിശ്വാസം 2024 ആവർത്തിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്സിന് കരുതാനാവില്ല. അത്രയും സീറ്റുകൾ കേരളത്തിൽ ജയിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. ഇപ്പോൾ ഇടതുമുന്നണി ആവട്ടെ, അത് ഭൂരിപക്ഷം സീറ്റുകളിൽ ഇടതുമുന്നണി ജയിക്കുമെന്ന് പറയാൻ കഴിയുന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് ആ പാർട്ടി വിശകലനങ്ങൾക്ക് ശേഷം എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വസന്ത്. അല്ല ശ്രീ ശരത്, സാധാരണ പോളിംഗ് ശതമാനം കൂടുന്നത് ഒന്നാമതായി ഒരു ഹൈ വോൾട്ടേജ് പ്രചരണം ഉണ്ടാവുക. ആ ഹൈ വോൾട്ടേജ് പ്രചരണത്തോട് ജനം പ്രത്യുത്തരിക്കുമ്പോഴാണ് പോളിംഗ് ശതമാനം കൂടുതലായി വർദ്ധിച്ചു വരിക. ശബരിമല ഒരു ഹൈ വോൾട്ടേജ് പ്രചരണമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എഫക്റ്റിനേക്കാൾ കൂടുതൽ 2019 ശബരിമല വിഷയം അത് വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. പക്ഷെ 2024 വരുമ്പോൾ ആ വിഷയമില്ല. എന്റെ ബൂത്തിൽ, ഞാൻ പ്രവർത്തിച്ചിരുന്ന ബൂത്തിൽ പോലും അടിയുറച്ച പല CPM പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. കാര്യം അവരെ സംബന്ധിച്ച് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്. അത് CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായും അവർക്ക് അരിവാൾ ചുറ്റികയിൽ ഇത്രയും കാലം വോട്ട് ചെയ്തവർക്ക് കൈപ്പത്തിയിലോ താമരയിലോ ഓട്ടോയിലോ മറ്റേതെങ്കിലും ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ നിർവാഹമില്ല. അവരെന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്റെ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് ഇടത് MLA-മാരുള്ള മണ്ഡലങ്ങളിലല്ലേ? ഇടത് MLA-മാരുള്ള മണ്ഡലങ്ങളിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. UDF MLA-മാരുടെ ഇപ്പോൾ പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ്റെ മണ്ഡലത്തിൽ, അതുപോലെ മോൻസിൻ്റെ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ പാലായിൽ ഒക്കെ പോളിംഗ് കുറയുകയാണ്. UDF MLA-മാരുടെ മണ്ഡലങ്ങളിൽ അത് കുറെ കൂടി വീറോടെ പ്രകടമാകേണ്ടതല്ലേ? അതുകൂടെ വന്നാലല്ലേ നിങ്ങൾ പറയുന്ന ഈ വാദം ശരിയാകൂ? ഒരിക്കലും അല്ല. ഇടത് MLA-മാർക്കെതിരെ കൂടിയുള്ള ആന്റി ഇൻകംബൻസി ആണെന്ന് അവിടെ ഏറ്റവും കൂടുതൽ അടിച്ചെന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഉദാഹരണം വൈക്കത്തൊക്കെ എന്തൊരു പോളിംഗ് ആണ്. ആ MLA-ക്കെതിരെയുള്ള വികാരമാണോ അത്? നിങ്ങൾ പറഞ്ഞത് വെച്ചാണെങ്കിൽ യുക്തിസഹമല്ല. അവർ വോട്ട് ചെയ്യാതെ വിട്ടു നിൽക്കണം, അതല്ലേ വസന്ത് പറഞ്ഞത്? അത് ജൂൺ 4 മനസ്സിലാവും. ഇടത് MLA-മാർ പിന്നെ ഒന്നും നമ്മൾ വർത്താനം പറയണ്ടല്ലോ, മൗനവ്രതം ആചരിച്ചാൽ പോരെ? ആഞ്ഞു കുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ വളരെ കൃത്യമാണ്. CPM-ന്റെ ഞങ്ങൾ വളരെ സംഘടന, ഇപ്പം ശ്രീ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ CPM-ന്റെ ഒരു കേഡർ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഈ പ്രാവശ്യം കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് വിവിധയിടങ്ങളിൽ കള്ളവോട്ടുകൾ സ്പോട്ടിൽ പിടിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. വിവിധയിടങ്ങളിൽ ബൂത്ത് പിടിക്കുന്ന അടക്കം വിവിധയിടങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ CPM-നും LDF-നും അനുകൂലമായി നിന്നിടത്തൊക്കെ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ വളരെ കൃത്യമായി അത് കാണുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിൽ പ്രശ്നമുണ്ടാകുന്നു, പരാതി വരുന്നു. വളരെ സംഘടനാ സംവിധാനം ഏറ്റവും അനുചിതമായി ചലിച്ച ഒരു തെരഞ്ഞെടുപ്പായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾക്ക് വളരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 20 സീറ്റിലും ഭൂരിപക്ഷത്തിന്റെ അത് വ്യത്യാസവും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. കാര്യം പോളിംഗ് ശതമാനത്തിന്റെ കുറവ് അതിലുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം വളരെ കൃത്യമായി 20 സീറ്റിലും UDF-ന് ജയിച്ചു വരാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് അത് മാത്രമല്ലല്ലോ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഈ 20 സീറ്റ് എന്ന് പറയുമ്പോൾ 20 സീറ്റിൽ വിജയത്തിന്റെ മാനദണ്ഡത്തെക്കുറിച്ച് പറയാൻ ഇപ്പോഴും നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ. ഏതൊക്കെ ഘടകങ്ങൾ കൊണ്ട്? ഇപ്പോൾ CPM-ന്റെ മുമ്പിൽ ഈ ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുന്നതിന്റെ ഘടകങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്.
അതിലേക്ക് ആധികാരികമായി ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തി ജനങ്ങളോട് വിശദീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ വസന്ത്? എന്താ ഉള്ളത്? വളരെ കൃത്യമായ ആന്റി ഇൻകംബൻസി ഈ സർക്കാരിനെതിരായിട്ടുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ലേ? അല്ല, രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ജൂൺ 4-ാം തീയതി മനസ്സിലാവും. അടിയുറച്ച പല CPM പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടില്ല. അവർക്ക് ഈ സർക്കാരിനെതിരായി എഴുതാൻ, അവർക്ക് അരിവാൾ ചുറ്റികയ്ക്ക് അപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ ബൂത്തിൽ അവസാനത്തെ 10 കുടുംബങ്ങൾ CPM-മായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാത്തവരെ എനിക്ക് നേരിട്ടറിയാം. നമ്മളും എല്ലാം ബൂത്തിലെല്ലാം ഇരുന്നിട്ട് വരുന്നവരല്ലേ. ശ്രീ അനിൽകുമാർ മാത്രമല്ലല്ലോ. കാഞ്ഞിരപ്പള്ളിയല്ലേ വസന്തിന്റെ നാട്? കാഞ്ഞിരപ്പള്ളി ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എടുത്താൽ തന്നെ UDF-ന് പഴയ കണക്കുകൾ പ്രകാരം നോക്കിയാലും, ഇപ്പോൾ മണി ഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ MLA ഇപ്പുറത്താണ്, അല്ലെങ്കിൽ LDF-ലാണ്. പക്ഷേ എങ്കിൽ പോലും UDF-ൻ്റെ ഒരു രാഷ്ട്രീയത്തിന് മേൽക്കൈ എന്ന് വേണമെങ്കിൽ എഴുതി കൂട്ടാവുന്ന ഒരു മണ്ഡലമല്ലേ അത്? അല്ലല്ലോ, അവിടെ കേരള കോൺഗ്രസിന് കൃത്യമായ സ്വാധീനമുണ്ട്, ഇല്ലെന്നും ഞാൻ പറയില്ല. കേരള കോൺഗ്രസ്സുകാർ, മാണിക്കാർ എത്ര പേർ ഈ പ്രാവശ്യം ഐസക്കിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ജൂൺ 4-ാം തീയതി കൃത്യമായി മനസ്സിലായി. വസന്ത് എല്ലാം 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചാൽ പിന്നെ ഈ നമ്മൾ ഈ വസ്തുതകളെ വിശകലനം ചെയ്യുന്ന വലിയ സ്കോപ്പ് ഇല്ലാതായി പോകും. ശ്രീ ശരത്, അവിടെ ശ്രീ ആന്റണി 50,000-നോ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ജയിച്ചു. ഒരു സംശയം. അനിൽകുമാർ, ഒരു മറുപടി. അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കേരളത്തിലെ UDF-ന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞു, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമ എഡിറ്റർ അദ്ദേഹത്തോട് പറഞ്ഞു, അസാമാന്യമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങനെ ആകെ തിളച്ചുമറിയുകയാണ്, അതുകൊണ്ട് UDF-ന് 20 സീറ്റും കിട്ടും, 19-20 കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം ഈ സംവിധായകനോട് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഏതാണ് നിങ്ങൾ ഘടകങ്ങൾ പറയണമല്ലോ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അതിതീവ്ര ഇപ്പോൾ ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ നമ്മൾ യെല്ലോ അലർട്ടൊക്കെ പറയുന്നൊരു കാലമാണല്ലോ, അപ്പോൾ റെഡ് അലർട്ട് പോലത്തെ അതിതീവ്ര പിണറായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഘടകങ്ങൾ ഏതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഉണ്ട് എന്ന നിലയിൽ ഒരു പൊതു പ്രതീതിയെക്കുറിച്ചാണ് പറയുന്നത്. UDF-ൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അതുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞത് എന്ന് വസന്ത് അവതരിപ്പിക്കുക കൂടി ചെയ്താലോ. പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, അത് CPM കാണുന്നത് പോലെ LDF-നല്ല ഗുണമായി വരിക, UDF-നാണ് ഗുണമായി വരിക, CPM വോട്ടേഴ്സാണ് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം പോകുന്നത്. ശ്രീ അനിൽകുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നു. അത് ജനകീയ പ്രശ്നങ്ങളുടെ മേലെ അല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ഇടതുപക്ഷത്തിന് ഒരു തരത്തിലും ബന്ധമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പരിവേഷം ഉണ്ടാക്കിയത്. പക്ഷേ ആ ക്യാമ്പയിൻ പോയിന്റുകളിലെല്ലാം UDF തകർന്നുപോയി. രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളും നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തില്ല. കാരണം അവരുടെ ജീവിതാനുഭവം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത ഉടനെ ഇവിടുത്തെ വലതുപക്ഷം, അതിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ്റും BJP-യും കേരളത്തിലെ UDF-ഉം ചേർന്ന് കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി എന്താണ്? ഈ സർക്കാരിനെതിരെ ജനങ്ങളിൽ വികാരം ഉൽപ്പാദിപ്പിക്കണം. സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല, ഉൽപ്പാദിപ്പിക്കുകയാണ്. ഉൽപ്പാദിപ്പിക്കണം എന്ത് വേണം? സർക്കാരിന് ചില മേഖലകളിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരണം. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ മറ്റൊരു കാലത്തുമില്ലാത്ത വിധം ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെയും അവകാശങ്ങളെയും തകർത്തു. നമ്മുടെ എല്ലാ അവകാശങ്ങൾക്കെതിരെയും നിലപാട് സ്വീകരിച്ചു. അപ്പോൾ കേന്ദ്രത്തിൽ പോയ 18 MP-മാരും ഇവിടുത്തെ പ്രതിപക്ഷവുമെല്ലാം അതിന് പിന്തുണയും കൊടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസരം ഏതാണ്ട് നവംബർ മാസത്തോടുകൂടി ഉണ്ടായി. പിന്നെ ഒരടി മുന്നോട്ട് പോകാനാവാത്ത പതനത്തിലായി. സർക്കാരിൻ്റെ ഖജനാവ് അന്നേരം പൂട്ടുമെന്നുള്ള ആശങ്ക വന്നു. ഞാൻ പറയാം, നമ്മുടെ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഓണക്കാലം കഴിഞ്ഞപ്പോൾ ഇനി ഓണം കഴിഞ്ഞു, ഇനി ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഓണം കഴിഞ്ഞപ്പോൾ ഇനി ശമ്പളം കിട്ടാൻ പോകുന്നില്ല, ഇതോടുകൂടി അവസാനത്തെ ശമ്പളം വാങ്ങിച്ച് പിരിഞ്ഞു പോവുക, ഓണമുണ്ട് പിരിയാം, ഇങ്ങനെ കാർട്ടൂണുകൾ വന്നില്ലേ? ഇവരുടെയൊക്കെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് 31 ക്രൂഷ്യലായിരുന്നു. എല്ലാ യുദ്ധവും നടത്തി LDF മാർച്ച് 31 മറികടന്നതോടുകൂടി ആളുകൾക്ക് നല്ല കോൺഫിഡൻസായി. സർക്കാർ ജീവനക്കാർക്ക് ബോധ്യമായി ശമ്പളം മുടങ്ങില്ല, ഇവർ 2 ഗഡു DA ഇപ്പോൾ തന്നു കഴിഞ്ഞു, പെൻഷൻകാരുടെ കുടിശ്ശിക കുറേയേറെ കൊടുത്തു കഴിഞ്ഞു, KSRTC കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൃത്യമാക്കാൻ സംവിധാനം ഉണ്ടാക്കി. എന്തെല്ലാമാണോ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ആ കാരണങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനോടൊപ്പം കാര്യങ്ങളും നടത്തി. ഇന്ന് കേരളത്തിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയുന്നു, ഇന്ന് കേരളത്തിലെ സർക്കാർ ഏത് കാര്യത്തിലാണ് ഇന്ന് വീഴ്ചയുള്ളത്? നിങ്ങളൊരു ലിസ്റ്റ് പറയുമല്ലോ, ഇതാ കേരള സർക്കാർ ഇന്ത്യൻ്റെ കാര്യങ്ങൾ മുടക്കി എന്ന് പറയാനൊന്നുമില്ല. ആകെ ഉള്ളത് 4 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് മാത്രം. അത് സത്യമായ കുടിശ്ശികയുണ്ട്. ഇവിടുത്തെ പെൻഷൻ കൊടുക്കാൻ 4 മാസം കുടിശ്ശികയുണ്ട്, ബാക്കി ഒരു കുടിശ്ശികയില്ല.
മാത്രമല്ല കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ ബില്ലും കൊടുത്തു. ഇക്കൊല്ലത്തെ പഞ്ചായത്തുകൾ കൊടുക്കാനുള്ള, ജില്ലാ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റി കൊടുക്കാനുള്ള പ്ലാൻ ഫണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാർച്ച് 31 കഴിഞ്ഞതോടുകൂടി മോദിയുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത വിധം കേരളത്തിലെ LDF മുന്നോട്ട് പോയി സർക്കാർ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ മറികടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് നവകേരള സഭ സഹായിച്ചു, ദില്ലി സമരം സഹായിച്ചു. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് നയിച്ചിട്ടുള്ള ജനകീയ പ്രതിരോധ ജാഥ, എഡ്യൂക്കേഷൻ, ഇതിൻ്റെ മാസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പണിയെടുത്തിട്ടാണ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് നേടി വൻ വിജയം നേടുന്നുണ്ടെങ്കിൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ ദൈവം ബൈബിൾ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ സമാനമായ, ഉദാഹരണത്തിന് സമാനമായി അധ്വാനിച്ചിട്ടാണ് ഇവിടുത്തെ മനുഷ്യനെ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തിയ എല്ലാ പരിശ്രമത്തെയും മറികടന്നിട്ടാണ് ഞങ്ങൾ നിൽക്കുക. അതിൻ്റെ കോൺഫിഡൻസാണ് ഞങ്ങൾക്കുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിലെ കാര്യം. ഞാൻ ചോദിക്കുന്ന വയനാട്ടിലെ കാര്യമാണ്. ദൈവം നേരിട്ട് വന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ജനങ്ങൾ ഉയർന്നില്ല? ഭരണവിരുദ്ധ വികാരം തിരമാല പോലെ ഉയർന്ന് പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥലമല്ലേ വയനാട്? അതെന്താ വയനാട്ടിലില്ലാതെ വന്നത്? വയനാട്ടിലില്ലാത്ത കാര്യം പിന്നെ വേറെ ഉണ്ടാവുമോ? നിങ്ങൾ വയനാട്ടിലില്ലാത്തതിൻ്റെ കാര്യം പറയൂ, പുതുപ്പള്ളി ഇല്ലാത്തതിൻ്റെ കാര്യം പറയൂ. പുതുപ്പള്ളി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,28,000 വോട്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിട്ട് ഇന്നവിടെ പോൾ ചെയ്ത് 1,16 മാത്രമേ ഉള്ളൂ. 12,000 വോട്ട് കുറവാണ്. അതിൻ്റെ വോട്ട് കുറഞ്ഞതിൻ്റെ ന്യായം എന്ന് പറ. നമുക്ക് കാഞ്ഞിരപ്പള്ളി അവിടെ നിൽക്കട്ടെ. കാഞ്ഞിരപ്പള്ളിയുടെ കണക്ക് എൻ്റെ വേറെയുണ്ട്. കാരണം പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ഉള്ളത് കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലുമാണ്. ആ കണക്ക് അവിടെ നിൽക്കട്ടെ. മറ്റേ കണക്കൊന്ന് പറ. പുതുപ്പള്ളിയുടെ കണക്ക് പറ. പുതുപ്പള്ളിയാണല്ലോ പ്രധാനപ്പെട്ട സ്ഥലം. അതുകൊണ്ട് പുതുപ്പള്ളി വെച്ച് കണക്ക് പറ, അല്ലെ വയനാട് വെച്ച് കണക്ക് പറ. ഒരു കണക്കിനും വഴങ്ങില്ല നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം. അതുകൊണ്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ജൂൺ 4 കഴിഞ്ഞ് തർക്കിക്കാം, വാദിക്കാം. പക്ഷേ എന്താണ് ഇന്നത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമെന്ന് ഞങ്ങളുടെ ബോധ്യം ഞങ്ങൾ പറയും. അത് വെറുതെ പറയുന്നതല്ല, ഞങ്ങളുടെ ആഗ്രഹം പറയുന്നതല്ല, നിശ്ചിതമായി ലഭ്യമാകുന്ന ഇൻഡിക്കേഷൻസ് ആണത്. കൃത്യമായിട്ട് പറയാം. പുതുപ്പള്ളിയിലെ കണക്കാണ് ചോദിച്ചത്, വയനാട്ടിലെ കണക്കാണ് ചോദിച്ചത്. മറുപടി ഉണ്ടോ? അല്ല, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്തെങ്കിലും മുടങ്ങി കിടക്കുന്നുണ്ടോ ലിസ്റ്റ് പറയാമോ എന്ന് ചോദിച്ചില്ലേ? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പെൻഷൻ കൊടുത്തിട്ട് എത്ര ദിവസമായാലും പറയും. കൂട്ടിരിപ്പ് രോഗികൾക്ക് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ലഭ്യമാക്കിയിരുന്ന ഒരു പെൻഷൻ ഉണ്ട്, കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക്. അത് കൊടുത്തിട്ട് എത്ര കാലമായി? സപ്ലൈകോയിൽ സാധനങ്ങൾ, ഇപ്പൊ അനിൽകുമാറിന്റെ എന്റെ നാട് കോട്ടയമാണല്ലോ, അവിടെ എന്റെ കൂടെ അങ്ങ് അടുത്ത ദിവസം പറഞ്ഞു ഏത് സപ്ലൈകോയിലാണ് പൂർണ്ണാർത്ഥത്തിൽ സബ്സിഡി സാധനങ്ങൾ ഉള്ളത്, അങ്ങനെയൊന്ന് പറയാമോ? ഇപ്പോ വിഷയചന്തകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? പറയട്ടെ അങ്ങനെ ഇടപെടരുത്. ഞാൻ വസന്തനോട് തന്നെ ചോദിച്ചത്. പ്രശ്നമുള്ള ആളല്ല, ഇടപെട്ട യാതൊരു പ്രശ്നമുള്ള ആളല്ല ഞാൻ. അതുപോലെ ഇടപെടാനും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ചെറിയൊരു പനിക്കോളുണ്ട്, ആ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇടപെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം. അതായത് രണ്ടാമതായി അദ്ദേഹം എന്റെ കൂടെ പറഞ്ഞെ, കോട്ടയം ജില്ലയിൽ എവിടെയാണ് പൂർണ്ണാർത്ഥത്തിൽ സബ്സിഡി സാധനങ്ങളുള്ള സപ്ലൈകോ ഉള്ളത്? പിന്നീട് അദ്ദേഹം പറഞ്ഞു എന്താണ് പെൻഷൻ കൊടുത്തത് എന്നാ അനിൽകുമാറെ? പക്ഷെ അനിൽകുമാർ പെൻഷൻ കൊടുത്തത് ഇലക്ഷന്റെ തൊട്ട് തലേന്നാണ്, 14ാമത്തെ മണിക്കൂറിൽ. അത് പൂർണ്ണാർത്ഥത്തിൽ കൊടുത്തോ? നിങ്ങൾ കൊടുത്തില്ലല്ലോ. അപ്പൊ അതെല്ലാം പിന്നെ അദ്ദേഹം വലിയൊരു കണക്ക് പറഞ്ഞു. ഞാൻ വലിയ മാത്തമാറ്റീഷ്യൻ ആണ് എന്നുള്ള രീതിയിൽ ഈ തോമസ് ഐസക്കിനെ ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് അവതരിപ്പിച്ചതുപോലെ ശ്രീ അനിൽകുമാർ സ്വയം ഗണിത ശാസ്ത്രജ്ഞനായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ ഡേറ്റ് അദ്ദേഹം വിശകലനം നടത്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എന്താണ്, രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോ നിങ്ങൾ പറഞ്ഞിരുന്ന എല്ലാ പ്രചരണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ പോളിംഗ് ശതമാനം കുറവായിരുന്നോ കൂടുതലായിരുന്നു? അനിൽകുമാർ പറയട്ടെ. പോളിംഗ് ശതമാനം രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ കൂടുതലായിരുന്നില്ലേ? അപ്പൊ പോളിംഗ് ശതമാനം ഒരു വളരെ കൃത്യമായ പാരാമീറ്റർ ആണ് എന്ന വിശ്വാസം നിങ്ങൾക്ക് വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അത് ജൂൺ 3-ാം തീയതി രാത്രി 12 മണി വരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റയും നിങ്ങൾ 2019 തെരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ ഏതാണ്ട് 16. ശരി, ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലേക്ക് കൂടി വരൂ. അതിലൊരു കാര്യം കൂടി, ഇപ്പോൾ 2021 വസന്ത് പറഞ്ഞ പോലെ അന്നത്തെ കാലത്തിനനുസരിച്ച് ആ സർക്കാരിന് കൂടുതൽ താല്പര്യത്തോടെ വോട്ട് ചെയ്തപ്പോൾ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഇനി ആ സർക്കാരിനെതിരായ ഒരു വികാരം പ്രതിപക്ഷത്ത് ശക്തമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും പോളിംഗ് അതിനും മുകളിലേക്ക് പോകേണ്ടതല്ലേ? പോകാതിരുന്നു, വിട്ടുനിന്നു. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനൊപ്പം വോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിട്ടുനിന്ന വോട്ടർമാരുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായൊരു പോളിംഗ് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടില്ല. വർധനവ് പലതരത്തിൽ സാധിക്കാം, സഹായകരമായി മാറാം. അതാണ് 2021 സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കായി അനിൽകുമാർ പറഞ്ഞ കാര്യത്തിന് മറുപടി വസന്ത്.
അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെയാണ് അല്ല, പുതുപ്പള്ളിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. UDF MLA-മാരുടെ മണ്ഡലങ്ങളിൽ UDF MLA കടുത്തുരുത്തിയിലായാലും പുതുപ്പള്ളിയിലായാലും പോളിംഗ് കുറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. വസന്തിന്റെ മറുപടി അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇതേ അനിൽകുമാറും ശ്രീ ശരത്തും ഞാനും കൂടെ മണർകാട് പള്ളിയുടെ മുറ്റത്തിരുന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ചർച്ച നടത്തിയല്ലോ. അന്ന് അനിൽകുമാർ CPM-ന്റെ ഈ പറയുന്ന സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റിസൾട്ടും ഡേറ്റയും കയ്യിൽ വെച്ചിട്ട് പറഞ്ഞത് 20,000 വോട്ടിന് ജെയ്സി തോമസ് ജയിക്കുമെന്നാണ്. ഞാൻ അന്ന് ഇപ്പൊ വേണം ഇതിനു ശേഷം ഞാൻ ബൈറ്റ് അയച്ചു തരാം. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു 30,000-നും 35,000 വോട്ടിനിടയിൽ ഞങ്ങൾ ജയിക്കും. അതല്ലേ സംഭവിച്ചത്? അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ആ പുതുപ്പള്ളിയിൽ ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള വോട്ട് കുറഞ്ഞിട്ടുണ്ട്, വോട്ട് പോളിംഗിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാവും വസന്തേ? അല്ല, അത് തന്നെയാ പറയുന്നത്. അല്ല, ഈ പോളിംഗ് കുറഞ്ഞത് ഞാൻ പറയുന്ന വാദത്തെ അംഗീകരിക്കാത്തത്. അതായത് സംസ്ഥാന സർക്കാരിനെതിരായ ആന്റി ഇൻകുംബൻസി കാരണം കമ്മ്യൂണിസ്റ്റുകൾ, ഇടതുപക്ഷം വോട്ട് ചെയ്തിട്ടില്ല. പുതുപ്പള്ളിയിൽ നഗ്നമായ കാലാവസ്ഥ അത് വലിയൊരു പ്രശ്നമാണ്. അത് രണ്ടു കൂട്ടരെ. ശൈൽകുമാർ, ഒരു ചെറിയ മറുപടി ഉണ്ടെങ്കിൽ ഞാൻ അത് ശ്രീ ജേക്കബ് ജോർജിലേക്ക് 10 സെക്കൻഡ് ശ്രീ ശരത്ത് 10 സെക്കൻഡ്. ഈ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിനെ ഖണ്ഡിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിന്റെ പുറത്താണെന്ന്. 2019 ഇതേ CPM 16 സീറ്റുകളായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്, 16 സീറ്റുകളായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് റിലയബിൾ അല്ല എന്നത് 2019 അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് സാക്ഷ്യമാണ്. ഇവിടെ അനിൽകുമാറിന്റെ മറുപടി പറയേണ്ടതായ ചില ഘടകങ്ങൾ വന്നിട്ടുണ്ട്. റിലയബിൾ അല്ല, നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും റിലയബിൾ അല്ല എന്നാണ് വസന്തിന്റെ ഫൈനൽ കൺക്ലൂഷൻ. CPM-ന്റെ ഒരു കമ്മിറ്റിയും സീറ്റിന്റെ എണ്ണമോ സീറ്റോ പ്രഖ്യാപിക്കാറില്ല ഇലക്ഷൻ കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് അനുകൂലമായ ഫലമാണെന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഘടകങ്ങൾ താഴെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതിനെക്കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? നല്ല നിലയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷെ അവസാനമാണ് പോളിംഗിൻ്റെ ഒരു തിരയേറി വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം, കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രിയാകും, ഈ ഒരു ചിന്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വോട്ടെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീടുകളിലേക്ക് പോയി നാട്ടുകാരെ കണ്ടു. അപ്പോൾ നാട്ടുകാരുടെ ധാരണ എന്താണ്? നിങ്ങൾക്കെതിരായിട്ടൊന്നും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തതാണ്, നിങ്ങളുടെ കൂടിയാണ്. LDF-നെതിരായ ഭരണവിരുദ്ധ വികാരമില്ല. ഇത് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങൾ കൂടുതൽ ഹോംവർക്ക് ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ജയിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് ശരിയായി പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയാണ്. ഞങ്ങളുടെ പഠനത്തിൽ തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ രീതിയാണ്. ഇന്ന് ഞങ്ങൾ കണ്ടിടത്തോളം ഇത്രയും വ്യത്യസ്തമായ ഇൻഡിക്കേഷൻസ്. കാലാവസ്ഥയുടെ പ്രത്യേകതയാണെങ്കിൽ പത്തനംതിട്ടയിൽ ആണോ ചൂട് കൂടുതൽ? ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ്. പാലക്കാട് 6%, പത്തനംതിട്ടയിൽ 11% വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണോ പോളിംഗ് കുറഞ്ഞത്? ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണോ ഏറ്റവും കൂടുതൽ ചൂടുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യ കേരളത്തിലെ UDF-ന് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞ തീവ്രത അത്രയുമല്ല ഉത്തര കേരളത്തിലെ ഇടതുപക്ഷ മണ്ഡലങ്ങളിലെ പോളിംഗിൻ്റെ കുറവ്. അതിന് കാരണം എന്താണ്? ഇടതുപക്ഷം അവരുടെ വോട്ട് ചെയ്യിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ കേസ്. അതിന് സമാനമായിട്ടാണ് ആലപ്പുഴയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ബഹുമാനപ്പെട്ട അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക. ഏതെങ്കിലും ഒരു ബൂത്തിൽ പോളിംഗിനെ കുറിച്ച് UDF-ന് ഞാനൊരു ചോദ്യം ചോദിക്കുക, UDF-ന് പരാതിയുണ്ടോ? പോളിംഗ് യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ട് വൈകിയിട്ടുണ്ട്, ബീപ്പ് ശബ്ദം അടിക്കുന്നതിന് താമസം വന്നുകൊണ്ട് വൈകിയിട്ടുണ്ട്. ഇതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഒരു പോളിംഗ് ബൂത്തിനെ കുറിച്ച് UDF-ന്റെ പരാതി നിലവിലില്ല. ഇല്ലാത്ത പരാതി ഉണ്ടെന്ന് അങ്ങ് ഈ ചർച്ച പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്? VD സതീശനും KC വേണുഗോപാലും പോളിംഗിനെ കുറ്റം പറഞ്ഞു, കാലാവസ്ഥയെ കുറ്റം പറഞ്ഞു. ഞങ്ങളൊരു കാലാവസ്ഥയെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ജനങ്ങൾക്ക് രാഷ്ട്രീയമായ ഇച്ഛയുണ്ടെങ്കിൽ ഏത് പെരുമഴയും അതുപോലെ തന്നെ ഏത് കടുത്ത ചൂടിനെ അവഗണിച്ച് ജനം വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിക്കുന്നത്. ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ്, ഒരു കാര്യം വ്യക്തമാണ്, ഭരണവിരുദ്ധ വികാരം എന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമായിരുന്നു. കേന്ദ്രത്തിൻ്റെ മോദി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിലാണ് അതിശക്തമായി ഇടതുപക്ഷം ഊന്നൽ നൽകിയത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴും പിണറായി സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം എന്നതിലേക്കായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ UDF-ന്റെ ഒരു വലിയ ഊന്നൽ അതിൽ തന്നെയായിരുന്നു. അതിൽ നിന്നാണ് ഒരു 20 സീറ്റ് എന്ന നിലയിലേക്ക് അവർ 19-ൽ നിന്ന് അല്ലെങ്കിൽ 18-ൽ നിന്ന് 24-ൽ 20-ലും എത്താം എന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം അതിനനുസരിച്ചൊരു പോളിംഗ് വളർച്ചയിലേക്കാണ് സ്വാഭാവികമായും പോകാറുള്ളത്. വന്ന് വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം അവിടെ ഉണ്ടാകും.
അത് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയാൽ അതേ വോട്ടർമാർ വിട്ടു നിൽക്കാനുള്ള സാധ്യതയും ഏറെ. അവിടെ UDF കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നേരത്തെ അനിൽകുമാർ പറഞ്ഞു 2014 മോദി അധികാരത്തിലേക്ക് BJP അധികാരത്തിലേക്ക് വരും എന്നൊരു വലിയ ആവേശം കേരളത്തിലെ BJP അടക്കമുണ്ടായിരുന്നു. 2019 വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ആകും എന്ന നിലയിൽ ഒരു വലിയ ആവേശത്തിനനുസരിച്ചൊരു ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചതിൻ്റെ ആനുകൂല്യം UDF ഇത് രണ്ടുമല്ല 24 കണ്ടത്. പക്ഷേ ഈ രണ്ട് സർക്കാരുകളെ മുൻനിർത്തിയുള്ള ഒരു നീക്കമാണ് LDF ആയാലും UDF ആയാലും നടത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. അതൊരു വസ്തുതയല്ലേ? അത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് രാഷ്ട്രീയത്തിൽ. വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം, BJP വിരുദ്ധ വികാരം, കോൺഗ്രസ് വിരുദ്ധ വികാരം, അല്ലെങ്കിൽ CPM വിരുദ്ധ വികാരം, അതൊക്കെ അങ്ങനത്തെ പല വിരുദ്ധ വികാരങ്ങളും അനുകൂല വികാരങ്ങളും ഒക്കെ കൂടി ചേരുന്നതാണ് ഒരു വോട്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അതാണ് ഭൂരിപക്ഷം നിർണ്ണയിക്കുക. വസന്ത് സിറിയക്ക് നല്ല വര. വസന്ത് സിറിയക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചർച്ചയിൽ കാണുന്നത്, ഒന്നിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ 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 ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞു. പക്ഷേ ഈ വിരുദ്ധ വികാരത്തെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള UDF ജയിച്ചില്ല. ഇതുവരെയും നാളിതുവരെയും കേരളത്തിൽ CPM, കോൺഗ്രസ് മുന്നണികൾ കൃത്യമായ ഇടവേളകളിൽ അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ട് 2021 കോൺഗ്രസ് UDF പരാജയപ്പെട്ടു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അവിടെ ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. അത് എത്ര സീറ്റാ? അതാണ് രസം. 99 സീറ്റേ. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുകയാണ്. അത് എനിക്ക് തോന്നുന്നു അതിനകത്ത് ഞാൻ കാണുന്നൊരു ഘടകം, ഒന്നാമത്തത് പ്രഥമവും പ്രധാനവുമായ കാര്യം നേതാവ്. അത് പിണറായി വിജയൻ കേരളത്തിലെ ഒരു വലിയ ശക്തനായ ജനകീയനായ ഒരു നേതാവായിട്ട് ഉയർന്നു നിൽക്കുന്നു. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങളുടെ ഒരു നേതാവായിട്ട് ഉയർന്നു നിൽക്കുന്നു. അതിനോട് പിടിച്ചു നിൽക്കാൻ, ആ നേതാവിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള നേതൃശേഷി രമേശ് ചെന്നിത്തല വളരെയധികം കൃത്യമായ ആരോപണങ്ങളും കൃത്യമായ അപവാദങ്ങളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. അതൊക്കെ രാഷ്ട്രീയമായിട്ട് വളരെ നല്ല നിലയിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രകടനം നടത്തിയത്. പക്ഷേ പിണറായി വിജയനോട് ഏറ്റുമുട്ടി പരാജയപ്പെടാനായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായ വിധി. ഇനി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വസന്ത് സിറിയക്കിൻ്റെ നേതാവ് VD സതീശൻ്റെ കാര്യം. രമേശ് ചെന്നിത്തലയും VD സതീശനുമൊക്കെ തിരുവനന്തപുരത്തെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം ഉണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ആ നിലയിലേക്ക് ഉയരും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ ഒരു ചവിട്ടുപടിയാണ്. ഒരു നേതാവിന്, പ്രതിപക്ഷത്തിരിക്കുന്നൊരു നേതാവിന് മുകളിലേക്ക് ഉയരാനുള്ള ഒരു ചവിട്ടുപടി. മുമ്പൊക്കെ നമുക്കറിയാമല്ലോ, EMS നമ്പൂതിരിപ്പാട്, K കരുണാകരൻ, ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്കൊരു പര്യടനമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുക്കിന് പ്രസംഗം. ഓരോ പ്രസംഗത്തിൽ EMS നമ്പൂതിരിപ്പാടൊക്കെ പറയുന്നത് ഓരോ ചോദ്യമാണ്. ഇത് മുക്കൂട്ടി മുന്നണിയല്ലേ? 60-ൽ PSPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, PSPയും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നുള്ള മുന്നണി. ഇത് മുക്കൂട്ട് മുന്നണി. പത്രങ്ങളിൽ തലക്കെട്ട് വരുന്നത് മുക്കൂട്ട് മുന്നണി, EMS. ഇത് മുക്കൂട്ട് മുന്നണി. അങ്ങനെയുള്ള കുറുക്കിക്കൊള്ളുന്ന രാഷ്ട്രീയ പരാമർശങ്ങൾ, അങ്ങനെയാണ് അജണ്ടകൾ ഉണ്ടാവുന്നത്. ഇത്തവണ അതെങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, പ്രതിപക്ഷ നേതാവിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ഒരു ടോൾ നേതാവാണ്. ഉയർന്ന പരിചയസമ്പത്തുള്ള വളരെ കൃത്യമായിട്ട് മറുപടിയും ചോദ്യങ്ങളും ഉന്നയിക്കാൻ ശേഷിയുള്ള നേതാവെന്ന നിലയ്ക്കായിരിക്കാം പിണറായി വിജയന് തന്നെയായിരുന്നു ഒരു മേൽക്കോയ്മ. VD സതീശൻ അതായത് നേതാവ് ആൾക്കാരെ കൊണ്ട് നടക്കണം കൂടെ, നേതാക്കന്മാരെ, സഹനേതാക്കന്മാരെ, സഹപ്രവർത്തകരെ കൂടെ കൊണ്ട് നടക്കണം. AK ആൻ്റണി, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, കരുണാകരൻ, കുറേ പേരെ കൂടെ നിർത്തി അവരെയും കൊണ്ടാണ് നടക്കുന്നത്. VD സതീശൻ അവിടെ അത്ര കണ്ട് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയായിരിക്കാം. വസന്തിനെ എന്ന് വെച്ചാൽ ഒറ്റയാനാണെന്നാണോ ഒന്നും ഞാൻ പറയുന്ന നടത്തത്തില്ല. VD സതീശൻ നല്ല ഒരു നേതാവായിട്ട് വളർന്നു വരുന്നയാളാണ്. നല്ലപോലെ പുസ്തകം വായിക്കുന്നയാളാണ്, പത്രം വായിക്കുന്നയാളാണ്, നല്ല കാഴ്ചപ്പാടുള്ളയാളാണ്. പക്ഷേ അതനുസരിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനം കുറച്ചും കൂടി കരുപ്പിടിപ്പിക്കാനുള്ള വലിയൊരു, ഞാൻ പറയട്ടെ ശരത്തെ,
67-ൽ 9 അംഗങ്ങളുള്ള നേതാവ് ചരിത്രം ഓർമ്മയുണ്ട് നമുക്ക്. നിയമസഭയിൽ എത്തുകയാണ് കെ കരുണാകരൻ. അവിടെ നിന്നാണ് ഒരു നിമിഷം ശ്രീ ജേക്കബ് ജോർജ്, ഒറ്റ കാര്യം കൂടെ ശരത്തെ, ഒറ്റ കാര്യം കൂടെ. ഈ വസന്ത് കോട്ടയംകാരനാണല്ലോ. അവിടെ കോട്ടയത്ത് ആര് ജയിച്ചാലും, ചാഴിക്കാടനോ ഫ്രാൻസിസ് ജോർജോ ആര് ജയിച്ചാലും, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDF എടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ? അതാണിന്ന് കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ തെരഞ്ഞെടുപ്പ് അതൊരു വെല്ലുവിളിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. വസന്ത, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ കൈ ഉയർത്തിയത് കൊണ്ട് വളരെ ക്വിക്കായിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ, എന്നിട്ട് ഇടവേളയിലേക്ക് പോവാം. അദ്ദേഹം പറഞ്ഞതേക്കുറിച്ച് മാത്രം. മ്യൂട്ടാണ്, കേൾക്കുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ പറ്റിയാണ്. അതേ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലാണ് തൃക്കാക്കരയാവട്ടെ, പുതുപ്പള്ളി ആവട്ടെ, വിവിധ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചു വരുന്നത്, ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി ജയിച്ചു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ ശരിയായിരുന്നുവെന്ന് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവാനുള്ളൂ. തീർച്ചയായിട്ടും ജേക്കബ് ജോർജ് ഒറ്റ വാചകം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃക്കാക്കരയാണ്, പുതുപ്പള്ളിയാണ്, അങ്ങനെയും കൂടി കാണണ്ടേ? തൃക്കാക്കരയും പുതുപ്പള്ളിയും അല്ല, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, അത് തീർച്ചയായിട്ടും നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വീണ്ടും ഇരിക്കാം കേട്ടോ. ശരി, തീർച്ചയായും അത് റിസർവ് ചെയ്യാണ് വസന്തേ. നമുക്ക് ന്യൂസ് ആൻഡ് ന്യൂസിൻ്റെ അവസാന മിനിറ്റുകളിലേക്ക്, ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് പോകുന്നു അതിവേഗം. ഇവിടെ ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഏതായാലും ഈ ചർച്ച എത്തി നിൽക്കുന്നത് പ്രതിപക്ഷത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുമൊക്കെയാണല്ലോ. അവരെ സംബന്ധിച്ചും ആ മുന്നണിയെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ LDF എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ നോക്കൂ, ലീഗ് സമസ്ത എന്ന നിലയിൽ സമസ്ത വളരെ ശക്തമായി ലീഗിൻ്റെ നടപടികളെ വിമർശിക്കാനുള്ള ശേഷിയോടെ പെരുമാറുന്നു. അതിലെ വലിയ അതൃപ്തി ലീഗ് പ്രകടിപ്പിക്കേണ്ടി വരുന്നു. ആ ഭിന്നത ഈ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് മുന്നണിയുടെ UDF മുന്നണിയുടെ ഒരു ഭാഗമാണ്. മറുഭാഗത്ത് കേരള കോൺഗ്രസ് M ആ മുന്നണി വിട്ട് LDFൽ വളരെ മികച്ച ഒരു ബന്ധത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം. 2019 കിട്ടിയ 18 സീറ്റിൽ നിന്ന് എന്തായാലും UDFന് വല്ലാതെ പിന്നിലോട്ട് പോരേണ്ടി വരും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ അത് എത്ര എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ ആ മുന്നണിയെ സംബന്ധിച്ച്, ആ മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച്, KPC പ്രസിഡൻ്റായിരിക്കുന്ന K സുധാകരനെയൊക്കെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏത് നിലയിൽ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് പോകുന്നത്? ഏത് അവസ്ഥയിലേക്ക് ആ മുന്നണിക്ക് അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിന് മാറേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താവും? മാർക്സിസ്റ്റ് വിരുദ്ധത എന്നൊരൊറ്റ അജണ്ടയിലാണ് UDF കെട്ടിപ്പടുത്തത്. കെ കരുണാകരൻ്റെ കാലം മുതൽ എല്ലാ ജാതിമത ശക്തികളെയും ഒരുമിച്ച് അണിനിർത്തിക്കൊണ്ടാണ് അതിനെ നിലനിർത്തിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ 2 സൈഡിലും ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു, മറ്റേ ഭാഗത്ത് ലീഗ് ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ ബലാബലത്തിലെ ശക്തി ഉപയോഗിച്ചാണ് എത്ര മെച്ചപ്പെട്ട LDO ഗവൺമെൻറ്റുകൾ വന്നിരുന്നെങ്കിലും UDFന് കേരളത്തിൽ ഒരു ഭരണം മാറിയാൽ അടുത്ത ഭരണം ലഭിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ 91 തന്നെ LDFന് തുടർഭരണം ലഭിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് 2006 VS സർക്കാർ കടന്നു കഴിയുമ്പോൾ 2011 തുടർഭരണം ലഭിക്കേണ്ടതാണ്. 2 സീറ്റ് വ്യത്യാസത്തിലാണ് അന്ന് UDF കേരളത്തിൽ വിജയിച്ചത്. അപ്പോൾ കേരള കോൺഗ്രസും LDFിലേക്ക് വരുന്നത് വരെ മുന്നണിയുടെ ശാക്തിക ബലാബലത്തിൽ മുന്നിൽ നിന്നിരുന്നത് UDF ആണ്. ആദ്യമായിട്ടാണ് 1980 ശേഷം മുന്നണിയുടെ ശാക്തിക ബലാബലത്തിൽ LDFന് മേൽക്കൈ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. അത് ഇനിയൊരിക്കലും കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഇന്നത്തെ UDFന് അധികാരത്തിൽ തിരിച്ചു വരാനാകാത്ത വിധം കേരളത്തിൽ വരെ രാഷ്ട്രീയമായി പിന്നോക്കം തള്ളിയിരിക്കുന്നു. ബലാബലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ദേശീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ എഡ്ജുണ്ട്. ആ എഡ്ജാണ് ഇത്രയും കാലം ഉപയോഗിക്കപ്പെട്ടിരുന്നത്. 2004 ഒഴികെ അത് പ്രയോഗിക്കപ്പെട്ടു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി എന്ന നിലയ്ക്കുള്ള കോൺഗ്രസിൻ്റെ ആ പ്രാധാന്യത്തിന് കുറവ് വന്നൊരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ആ തിരിച്ചറിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFനെ വെല്ലാൻ കഴിയുന്ന കരുത്തായി LDFനെ വളർത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, UDFന്റെ നട്ടലിൽ ലീഗാണ്. നെഹ്റു ലീഗിനെ ചത്ത കുതിരയെന്നാണ് വിളിച്ചതെങ്കിൽ ഇന്ന് ലീഗ് മുടങ്ങുന്ന കുതിരയാണ്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പിന് ശേഷവും മുസ്ലിം ലീഗ് സമസ്തയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ അവിടെ അവശേഷിപ്പിക്കുന്ന എന്താണ്? കടുത്ത ഭിന്നതയാണ്. സമസ്ത പത്രം കത്തിക്കുക, പത്രം കത്തിക്കുന്നതോടുകൂടി ആരംഭിക്കുകയാണ്, അവസാനിക്കുകയല്ല ചെയ്യുന്നത്. സമസ്തയുടെ പത്രം കത്തിക്കുമ്പോൾ ആരംഭിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ത് വന്നാലും ലീഗിനകത്ത് ആത്മാഭിമാനമുള്ള മനുഷ്യൻ ചർച്ച ചെയ്യല്ലേ? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൊടി ഒളിപ്പിക്കേണ്ടി വന്ന ഗതികേട് ലീഗിനുണ്ടായത് ആളുകൾ ചർച്ച ചെയ്യാതിരിക്കുമോ?
അതുകൊണ്ട് UDF കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോകാൻ പോകുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം നിന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ച് ശോഭനമായ ഒരു കേരളത്തെ, നവകേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള അവസരം മുന്നണിയെ വീണ്ടും ഏൽപ്പിക്കുന്നതിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് വസന്ത്, നിങ്ങൾക്ക് നിയമസഭയിലെ MLA-മാരുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ കാലത്ത്, ഈ അടുത്ത കാലത്ത് 2000-ന് ശേഷമുള്ള അധികാരം കിട്ടിയ കാലത്ത് ആൻ്റണിയുടെ കാലത്തായാൽ 68, അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോൾ അത് 38ആയി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് 21 സീറ്റിലേക്ക് ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ MLA-മാർ വല്ലാതെ കുറഞ്ഞു പോകുന്ന നിലയിലേക്കുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 19-ൽ കിട്ടിയതുപോലത്തെ സീറ്റുകൾ ആകെ കിട്ടും എന്ന് കരുതുന്നവർ കേരളത്തിൽ തന്നെ വലിയ തോതിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്തിക്കുന്നവർ പോലുമില്ല. 2019-ൽ കിട്ടിയ പോലത്തെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്നില്ല എന്ന ഒരു പൊതുധാരണ തെരഞ്ഞെടുപ്പിന് ശേഷവും ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലമാണ് വരാൻ പോകുന്നത്. അല്ല, അങ്ങനെ നോക്കിയാൽ 2019-ൽ CPM അഖിലേന്ത്യാ തലത്തിൽ മത്സരിച്ചത് 79 സീറ്റിലാണ്. ഈ തവണ 30-ൽ താഴെ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 79-ൽ മത്സരിച്ച് 3 ജയിച്ചത്. ഈ തവണ 30-ൽ താഴെ മത്സരിച്ച് ഒരിടത്തുപോലും ജയിക്കുന്നില്ല. തെറ്റാണെന്ന്. എത്ര സീറ്റിലാണ് മത്സരിച്ചത്? അനിൽകുമാർ എത്ര സീറ്റിലാണ് മത്സരിച്ചത്? 54 സീറ്റ്. 54 സീറ്റ്. ഇല്ല, ഈ തെരഞ്ഞെടുപ്പിൽ 54 സീറ്റ്. അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിച്ച ആകെ സീറ്റുകളുടെ എണ്ണം പറയുമ്പോൾ അതിലും തർക്കിക്കാം. ബംഗാളിൽ എത്ര സീറ്റ് മത്സരിക്കുന്നു? അതിലെന്ത് തർക്കമാണ് വസന്ത്? ഓക്കെ, അത് വിട്. ഞാൻ അംഗീകരിക്കുന്നു. ബംഗാളിൽ CPM 22 സീറ്റ്. അതെ, ബംഗാളിൽ CPM 22 സീറ്റ്. കോൺഗ്രസ് 12 മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇടപെടാതെ പറയട്ടെ. നിങ്ങൾ തന്നെയാണ് അവസരം ഒരുക്കിയത്, ഞാനല്ല. ബംഗാളിലോ 8 സീറ്റ്. വസന്ത് പൂർത്തിയാക്കും. ശ്രീ അനിൽകുമാർ, ഈ തവണ നിങ്ങൾക്ക് അതുപോലും കിട്ടില്ല. രണ്ടാമത് അനിൽകുമാറിന്റെ മറ്റൊരു വാദം, അദ്ദേഹം ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഞാൻ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞത് LDF MLA-മാരുടെ സീറ്റുകളിൽ അല്ലെങ്കിൽ അവർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ബഹുഭൂരിപക്ഷ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു. അതേ അനിൽകുമാർ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാറിലുമാണ് പത്തനംതിട്ടയിൽ ഏറ്റവും വോട്ട് കുറഞ്ഞത്. നിങ്ങളുടെ ഗവൺമെന്റ് ചീഫ് വിപ്പാണ് കാഞ്ഞിരപ്പള്ളി MLA. നിങ്ങളുടെ ഗവൺമെന്റ് ചീഫ് വിപ്പ്, നിങ്ങളുടെ MLA ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് പൂഞ്ഞാർ MLA. അവിടെയാണ് ഏറ്റവും വോട്ട് കുറഞ്ഞതെന്ന് അങ്ങ് തന്നെ പറയാണ്. അതായത് അങ്ങയുടെ വാദങ്ങൾ കോൺട്രാഡിക്ട് ചെയ്യുകയാണ്. അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ വളരെ കൃത്യമായി അതിനൊരു റീസൺ അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ, ഇല്ലാതിരുന്നുകൊണ്ടാണ്. അതിനൊരു റീസൺ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ മണ്ഡലങ്ങളുടെ പൊതു രാഷ്ട്രീയ സ്വഭാവം എന്ന നിലയിൽ അദ്ദേഹം. ശ്രീ അനിൽകുമാർ, എന്താണ് ശ്രീ അനിൽകുമാർ? വളരെ ചെറിയ പൂഞ്ഞാറിൽ PC ജോർജ് ഉണ്ടായിരുന്നു. 3 ത്രികോണ മത്സരമായിരുന്നു. പൂഞ്ഞാറിൽ PC ജോർജ് ഉണ്ടായിരുന്നു. PC ജോർജ് MLA ആയിരുന്നു. PC ജോർജിനെ തോപ്പിച്ചത്. അവിടെ UDF 3-ാം സ്ഥാനത്തായി. അല്ലല്ല, പൂഞ്ഞാർ മണ്ഡലത്തിൽ UDF നിയമസഭയിൽ 3-ാം സ്ഥാനത്തായി. പൂഞ്ഞാറിൽ UDF 3-ാം സ്ഥാനത്തായിരുന്നു. PC ജോർജ് 2-ാം സ്ഥാനത്തായിരുന്നു. അല്ലല്ല, PC ജോർജ് 2-ാം സ്ഥാനത്ത്. ത്രികോണ മത്സരമില്ല. ബിജെപിയുടെ വോട്ടല്ലേ ഇപ്പൊ പോൾ ചെയ്യപ്പെടാത്തത്? അപ്പൊ അതല്ലേ അങ്ങ് പറയേണ്ടത്? അങ്ങ് പറയുന്നത് UDF-ന്റെ വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് പറയുകയും ത്രികോണ മത്സരം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ പോയിന്റ്. 2,90,000 വോട്ട് BJP കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത് ഈ തവണ 1,20,000. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കണക്കുകളിൽ ഞങ്ങൾ വെരി കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് 20-ൽ UDF ജയിച്ചു. ശ്രീ ജേക്കബ് ജോർജ്, പ്രതീക്ഷയൊക്കെ നല്ലതാണ്. ഞാനൊരു പിരിയെ പറയുന്നുള്ളൂ. അതായത് വസന്തേ, പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവമായിരിക്കേണ്ടത് വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് EMS കാണിച്ചത്, കെ കരുണാകരൻ കാണിച്ചത്. ഇപ്പം രമേശ് ചെന്നിത്തല എന്താ കാണിച്ചത്? ബെന്യാമിൻ രമേശിനോട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടിച്ചോടിച്ചു വിട്ടു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ കോട്ടയം ഒരു കേന്ദ്രമാണ്, ഒരു ഹൃദയമാണ്. എന്തടവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും അവിടെ LDF ജയിക്കാം, LDF പരാജയപ്പെടാം. എന്താണെങ്കിലും നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും അജണ്ടയുണ്ടോ? അത്തരം അജണ്ടകളാണ് തീർച്ചയായിട്ടും. എറണാകുളത്ത് തൃക്കാക്കര UDF ജയിച്ചപ്പോൾ ഞാൻ സതീശന് വളരെ കാര്യമായിട്ട് തീർച്ചയായിട്ടും അഭിനന്ദിക്കാൻ തയ്യാറാണ്. എത്രയാണ് ഭൂരിപക്ഷം സീറ്റിൽ ജയിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഞാനതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഏതായാലും 19 സീറ്റ് UDF-ന് കിട്ടില്ല. ഒരു 5-6 സീറ്റ് മിനിമം എങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടും എന്നാണ് എൻ്റെ ഒരു കണക്ക്. ശ്രീ അനിൽകുമാർ, 10+ എന്ന് പറയുമ്പോൾ എത്രയാണ്? വസന്ത് 20 കൂട്ടിക്കഴിഞ്ഞു. അല്ല, നമ്മളത് വ്യത്യസ്ത സീറ്റുകൾ
അതെ അതെ. എന്തായാലും 2 അക്കത്തിന് മുകളിലാണെന്നുള്ളത് പാർട്ടി എന്തായാലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസമാണ്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. രാഷ്ട്രീയം മുന്നോട്ടാണ്. കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് തന്നെയാണ്. ഏതായാലും പത്തനംതിട്ട ഐസക് ജയിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ, ഞാൻ അവിടുത്തുകാരനായതുകൊണ്ട്. അനിൽകുമാർ, വസന്ത് യോജിക്കില്ലെന്ന് എനിക്കറിയാം. ഒരിക്കലും ഇല്ല. അനിൽകുമാർ, അല്ലല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞത്. ഇന്നത്തെ രാത്രിയിലെ സന്തോഷം പങ്കിടാനുള്ളത് BJP കേരളത്തിൽ പരാജയപ്പെടും, 1ാം സ്ഥാനം. 2, ഇന്ത്യ മുന്നണി ആയിരിക്കും അത് ഇന്ത്യ രാജ്യത്ത് ഭരണപക്ഷത്തേക്ക് കയറാൻ പോകുന്നത്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആ ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷം ഒരു പങ്ക് വഹിക്കും. അല്ലല്ല, ഒരു കാര്യം കൂടെ, അവസാനം മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി BJP ചേർന്ന് നമ്മുടെ ചർച്ച മറ്റു ഡയമെൻഷനിലേക്ക് പോയാൽ അതിന് നമ്മുടെ സമയം തീർന്നുകൊണ്ട് മാത്രമാണ്. വളരെയധികം നന്ദി.